കുളിക്കണോ? വെള്ളത്തിൽ ചാടാ. മഴവില്ലുണ്ട് കേട്ടോ, കാണാൻ കാണുന്നതായിട്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആഘോഷം തന്നെ, ആഘോഷം എല്ലാവരും. ഹായ്, പാട് 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 പാട്. ഹായ്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. സ്ഥലം എല്ലാവർക്കും അറിയാതുള്ള, എല്ലാവരും പോയി കിടക്കുന്ന നമ്മളെ സ്വന്തം കന്യാകുമാരി. നമ്മുടെ ചാനലിൽ ഇതുവരെ അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് പോവുകയാണ്. അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളൊത്താണ് നമ്മൾ പോകുന്നത്. വലിയ ബസ്സിലാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. നമ്മൾ പോകുമ്പോൾ മിക്കപ്പോഴും നിങ്ങൾക്ക് അറിയാം, യാത്രകളെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും. കാരണം ഫാമിലി കാണും, നമ്മൾ സിംഗിളായിട്ട് കാണും, നമ്മുടെ ഫാമിലി കാണും. പിന്നെ നമ്മളൊരു ചർച്ചിൻ്റെ കീഴിൽ നമ്മൾ മൈസൂർ ട്രിപ്പ് അതെല്ലാവരും കണ്ടു കാണും. നമ്മൾ പിന്നെ ഓൾ കേരള നമ്മളെ ഫുൾ ഫാമിലി, നമ്മൾ മാത്രം, അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമായിട്ട് അവരുടെ ഒപ്പം നമുക്ക് ഈ ഒരു യാത്ര അല്ലേ, ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് അവരോട് ഉണ്ടാവും. അവരുടെ കാര്യങ്ങൾ നമുക്ക് മാക്സിമം കാണിക്കാൻ പറ്റുകയാണ്. അവർ ഇഷ്ടമാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് നമുക്ക് കാണിക്കാം. ഇല്ലെങ്കിൽ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു നമുക്ക് പോകാം. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയായി. ഇനി നമ്മൾ അടുത്താണ് ബസ് വരുന്ന സ്പോട്ട്, അങ്ങോട്ടേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളെല്ലാം കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. എന്തായാലും യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് അരുവിക്കര ജംഗ്ഷനിലാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ പാരൻസും ഒക്കെ അരുവിക്കര ജംഗ്ഷനിൽ പറഞ്ഞ സമയത്തിന് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് 3 പേരുണ്ട്, രാഹി, ഞാനും കൊച്ചുമുണ്ട്. അപ്പോൾ ഈ സ്കൂളിലെ ബാൻഡ് ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റാണ് എനിക്ക് ഇവരായിട്ടുള്ളത്. വളരെ കുറച്ച് ദിവസങ്ങളും കൊണ്ട് പിള്ളേരുമായിട്ടൊക്കെ വളരെ നല്ല കമ്പനി ആവാൻ പറ്റി. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ഒരാളെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്നാണ് ഇവരുമായിട്ടൊക്കെ കമ്പനി ആവാനും ഇവരൊക്കെ അറിയാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞത്. ആദ്യം നമ്മൾ വന്ന് എല്ലാവരും കൂടെ ചേർന്ന് ബസ്സിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. മച്ചാൻസാണ് നമ്മൾ പോകുന്ന ബസ്സിൻ്റെ പേര്. അതിനുശേഷം പേര് വിളിച്ച് അവരെ അകത്തേക്ക് കയറ്റുകയാണ്. എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ എത്തി. എല്ലാവരും ബസ്സിലേക്ക് കയറുകയും ചെയ്തു. ഇനി നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അരുവിക്കര ജംഗ്ഷനിൽ നിന്ന്. അരുവിക്കര ജംഗ്ഷനും അതുപോലെ തന്നെ സ്കൂളും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഇതുവഴി അരുവിക്കര ഡാം വഴി അങ്ങനെ അങ്ങ് പോകാമെന്നാണ്. ആദ്യം പോകുന്നത് തൃപ്പരപ്പിലേക്കാണ് കേട്ടോ. എല്ലാവരും ബസ്സിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിള്ളേരുണ്ട്, പിള്ളേരുടെ പാരൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചേട്ടന്മാർ, അനിയന്മാർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളും ഉള്ളത്. എന്തായിരുന്നാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു ട്രിപ്പായിരിക്കും. കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴികളൊക്കെ ടച്ച് ചെയ്താണ് പോകുന്നത്. കാണുക കേട്ടോ. ബസ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മൈസൂർ ട്രിപ്പ് പോയപ്പോൾ ഋഗ്വേദ എന്ന് പറയുന്ന ഒരു ബസ്സിലാണ് പോയത്. അതും കിടിലം ബസ്സായിരുന്നു. ഇത് അതുപോലെ തന്നെയാണ്. മച്ചാൻസ് എന്നാണ് പേര്. ബസ്സിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഡാൻസ് കളിക്കാനോ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഡാമിൻ്റെ പരിസരത്തേക്ക് എത്തുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് കുടിവെള്ളം കൊണ്ടുവരുന്ന സ്ഥലം ഇവിടെ നിന്നാണ് വെള്ളം ലോറികളിലേക്ക് മാറ്റിയതിന് ശേഷം സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. നമ്മൾ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഈ ബസ്സിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. എവിടെയാണ്? അരുവിക്കര ഡാം. നമ്മൾ എപ്പോഴും ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവരെ കൂടെ ബസ്സിനകത്തിരുന്ന് ഏതോ ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് കാണുന്ന ഒരു രീതിയിൽ കാണുകയാണ്. അടിപൊളി സ്ഥലമാണ്, അത് വേറെ കാര്യം. നമ്മുടെ നാട്ടിലായതുകൊണ്ട് മാത്രം തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾക്ക് നമ്മൾക്ക് എപ്പോഴും അതിൻ്റെ രീതിക്കല്ലേ നമ്മൾ കാണത്തുള്ളൂ. എന്തായിരുന്നാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ സമയം ചിലവഴിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദൂരത്തു നിന്നുള്ള സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വരുന്നത് കാണാൻ പറ്റും. അരുവിക്കര ഡാമിൽ ഡാം മാത്രമല്ല കാഴ്ച, വേറെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞത് നമ്മുടെ കുട്ടികളൊക്കെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അവർ എൻജോയ് ചെയ്യാണ് യാത്ര. നമ്മളൊന്നും ഉണ്ടായിരിക്കണം, മുന്നേയൊക്കെ ഉറങ്ങിയിരിക്കുകയാണ്ട്
നമ്മൾ മിണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾക്ക് വളരെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ് പതിവ്. അവരടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി. ഈ കാണുന്ന നിങ്ങൾക്കും അതുപോലെ ആയിരിക്കും അല്ലേ, ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ, നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു വലിയ ബസ്സിൽ ആടിപ്പാടി പോകുന്നത്. എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. നമ്മുടെ ബസ് ഏകദേശം ഇപ്പോൾ കാട്ടാക്കടയോട് അടുക്കുകയാണ്. ഇത് കാട്ടാക്കട CSI ചർച്ചാണ്. ഇപ്പോൾ ക്രിസ്മസ് പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും സ്റ്റാറും അതുപോലെ തന്നെ പുൽക്കൂട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് പോകുന്ന വഴികളിലെല്ലാം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലോ നമ്മൾ പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ചയാണ്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മൾ അരുവിക്കര റിസർവോയർ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നെട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. റോഡിൻ്റെ ഇരു സൈഡിലും, ചിലയിടത്ത് 2 സൈഡിലും ഉണ്ട്, ചിലയിടത്ത് ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നത്. അതായത് ചിറ്റാർ ഡാമിൻ്റെ പരിസരമാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ഡാമുണ്ട്. മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ട് കൊറോണ സമയത്ത്, പക്ഷേ അപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. അങ്ങനെ ആ ഡാം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ ഒരിക്കൽ പോകണമെന്നുണ്ട്. എന്തായാലും വളരെ മനോഹര ദൃശ്യങ്ങൾ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ നെട്ട പരിസരം എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടെ മുന്നേ ഷൂട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്, അപ്പോഴത്തേക്ക് ഈ സ്ഥലം അറിയാം. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, കൊറോണ സമയത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ആ ഡാമിൻ്റെ പരിസരത്ത് നമുക്ക് മീനൊക്കെ വാങ്ങാൻ കിട്ടും രാവിലെ വരികയാണെങ്കിൽ. പിന്നെ ഇവിടെ ചെറിയ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സേവ് ദ ഡേറ്റോ ആൽബം സോങ്ങൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വരാവുന്നതാണ്. വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു സൈഡ് അല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റാണ് കൂടുതൽ ഇവിടെ നമുക്ക് ഒരു സൈഡ് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ നല്ല ഫുഡ് കിട്ടും. എന്താണ് ഷാപ്പിലെ ഫുഡെന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ തലക്കറിയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും. അതിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി നേരെ പോകുന്ന തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഈ കുട്ടികളും ഒത്ത് പോകുന്നത്. കേരളം വിട്ട് നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ തൃപ്പരപ്പിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. തൃപ്പരപ്പിൻ്റെ പാർക്കിംഗ് സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. വന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സുകളിലും കാറുകളിലുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴേ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സ്ഥലം തൃപ്പരപ്പ് നമ്മൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോഴേ തന്നെ. അപ്പോൾ നമ്മുടെ മെയിൻ കാപ്പിക്കുടി സ്പോട്ടാണ്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. ആൾക്കാരൊക്കെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അകത്തോട്ട് പോവാം. നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നതാണ് കേട്ടോ. നമ്മളെ കൂടെ വന്ന സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ. ഇനി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവരുടെ കെയറിങ് ഉണ്ട്. ഓരോ കുട്ടികൾ അവരുടെ പരസ്പരം കൈകളൊക്കെ പിടിച്ചിട്ട്, നമ്മളെക്കാളും അവർ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. പരസ്പരം അവർ തമ്മിൽ സഹായിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര കെയറിങ് ആണ്. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണവർ. നമ്മൾ അവരുമായിട്ട് ഒരുമിച്ച് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ഇവർക്കെന്തോ ചെറിയ കൺസെഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം അവരും വളരെ മാന്യമായിട്ടാണ്, വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മുടെ അടുത്തും സഹകരിക്കുന്നത്. നമ്മളൊരു ക്യൂ ആയിട്ടൊക്കെ നിന്നിട്ട് അകത്തേക്ക് പോവാണിപ്പോൾ. ഹായ് പാട്ട് 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 ഹായ് 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 ഹായ്. നമ്പർ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് ആദ്യത്തെ കാഴ്ച. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നമ്മൾ മിക്കവാറും കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ, അതായത് ഫാൻസി ഐറ്റംസും കളിപ്പാട്ടങ്ങളും തുണികളും അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളില്ലേ, അതുപോലുള്ള കടകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നമുക്ക് കാണാം. വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണെന്ന് പറയാം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇവിടെ മുതൽ തുടങ്ങി അങ്ങനെ ഒരു സൈഡിലേക്ക് നീണ്ട് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം. വളരെ മനോഹരമാണ് കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ വന്ന് കുളിക്കാറുണ്ട്. അതായത്
പേടിയില്ലാണ്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. രാവിലെ തന്നെ എത്തിയിട്ട് അവർ കുളിക്കുന്നുണ്ട് കേട്ടോ. വലിയ ഒഴുക്കൊന്നുമില്ല, അതുകൊണ്ട് സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റും. നമ്മുടെ സ്കൂളിലുള്ള പിള്ളേരാണ് ആ ഫ്രണ്ടിൽ പോകുന്നതൊക്കെ. അവരുടെ പാരൻസും ഉണ്ട്, പ്രിൻസിപ്പാളുണ്ട്, പിന്നെ രാഗിയുണ്ട്, കൊച്ചുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. ഒരു ബസ്, വലിയ ബസ്സിൽ നിറയെ ആളുണ്ട് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഫസ്റ്റത്തെ സ്പോട്ട് ഇവിടെ ഇറങ്ങി ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ തൃപ്പരപ്പിൽ. നമ്മൾ കുറച്ച് മാറിയാണ് നിൽക്കുന്നതെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ കാറ്റടിച്ച് കൊണ്ടുവരുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആകുന്നുണ്ട്. അവിടെ വെള്ളം നന്നായിട്ട് അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഈ തറയൊക്കെ നനഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് ഇവിടെ വാട്ടർഫോളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു ഗാർഡനുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ മെയിനായിട്ട് ആൾക്കാർക്ക് കുളി തന്നെയാണ് പ്രധാനം. ഒരുപാട് ആൾക്കാർ വന്ന ആൾക്കാരെല്ലാം ഒന്നും നോക്കാതെ തന്നെ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. കൂടുതലും നമ്മളിവിടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത്. ഈ കാണുന്ന പോലെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 62 കിലോമീറ്ററുകളാണ് ഉള്ളത്. എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതാണെങ്കിലും കന്യാകുമാരിയിലേക്ക് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ആദ്യം ഇറങ്ങാറുള്ളത് ഇവിടെ തന്നെയാണ്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. അതുകൊണ്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുണ്ട് കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ കുളിക്കുന്നുണ്ട്. രാവിലെ തന്നെ വന്നിട്ട് ഒന്നുമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പിന്നെ ഗാർഡനുണ്ട്, ഇവിടെയൊക്കെ ഗാർഡനുണ്ട്. ഇവിടെ എന്തോ പണി എന്തോ നടക്കുകയാണെന്ന് തോന്നുന്നു. മുന്നേ ഒരിക്കൽ നമ്മളൊരു ന്യൂസിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഇറക്കി വരുന്നല്ലേ. തിരുപ്പരപ്പ നീർവീഴ്ചയിൽ വെള്ളപ്പെരുക്ക് ഏർപ്പെട്ടുള്ളത് 3 വർഷം മുന്നേ ഉള്ള ഒരു വാർത്തയാണിത്. തൃപ്പരപ്പിൽ തന്നെ നീരൊഴുക്ക് കൂടിയിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവം. ഇതിൻ്റെതാണോ നമ്മളിപ്പോൾ കണ്ടത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ആയിരിക്കാം. എങ്ങനെയുണ്ട് തൃപ്പരപ്പ്? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം വന്നപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. അവരെന്താ ബുദ്ധിയുള്ളവരാണ് കേട്ടോ അവര്. അതാണ് സ്പെഷ്യൽ അല്ല, ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. മുന്നേ ഈ കുറച്ചു നേരം ഉറക്കമായിരുന്നു, ചേട്ടൻ്റെ തോളിൽ കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളൊന്നും ചിന്തിച്ചില്ല, വെയിലടിക്കുന്നുണ്ട്, കാറ്റ് വേണമല്ലോ. അവരുടനെ ആ കത്തനൊക്കെ എടുത്ത് നീക്കിയിട്ട് അയ്യോ വെയിൽ കൂടുതൽ പാവയ്ക്ക് എന്ന് പറഞ്ഞ് അവർ കൂടിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കുട്ടികളെല്ലാവരും നേരം ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക. ഇനി അടുത്ത കാപ്പി വീഡിയോ അടുത്ത പരിപാടികളൊക്കെ വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. കേട്ടോ, കൂടെ കുറേ പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സുണ്ട്, പ്രിൻസിപ്പാളുണ്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ആ ചേട്ടൻ്റെ പേര് മഹേഷ് എന്നാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ടീച്ചറുടെ ഭർത്താവുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ PTA ആൾക്കാരോ കുട്ടികളുടെ തന്നെ പാരൻസ് എല്ലാവരുടെ ഉണ്ട്. ഈ ട്രിപ്പ് വളരെ മനോഹരമായിട്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരുടെയും പ്രയത്നം എടുത്തു പറയാനുള്ളതാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ച് കുളിക്കുകയാണ്, മഴവിലൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ മുകളിലൊരു സ്പോട്ടുണ്ട്, ഇതുവഴി നമുക്ക് അപ്പുറത്തൂടെ കയറി മുകളിലോട്ട് പോകാൻ പറ്റും. പിന്നെ കാപ്പിയുടെ മെയിൻ സ്പോട്ടാണ്. നമ്മളെ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും മഴവിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, മഴവിലാണ്. കുളിക്കണോ? കുളിക്കണോ? വെള്ളത്തിൽ ചാടാ വെള്ളത്തിലാണ്ട് മഴവിലുണ്ട് കേട്ടോ. കാണുന്നതായിട്ട് ഇവിടെ ഇങ്ങനെയുണ്ട്, മഴവിൽ കാണാം. നമ്മൾ ആൾക്കാരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റാണ്, നല്ല കാറ്റ്, മഴവിലുണ്ട് അവിടെ. ആഘോഷം തന്നെ, ആഘോഷം എല്ലാവരും. നമ്മളത്തരത്തിൽ ഇറങ്ങുന്നില്ല, ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട്. തൃപ്പരപ്പിന് തന്നെ നമ്മൾ ഗാർഡനിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ വിശാലമായിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളൊരു ഗാർഡനാണ്. എവിടെ പോണു? പിന്നെ എവിടെ ആനരാത്ത അവിടെ നിൽക്കണേ, പറഞ്ഞിട്ട് ഇറങ്ങാവുള്ളേ. കേറുക തീയുടെ തല ഇരിക്കില്ല, തല. വാ ആന അവിടെ ഇരുന്നോ. പതുക്കെ ചേർക്കാൻ പറ്റുമെന്തോ.
അത് മതി. ഈ സെക്ഷനിലൊക്കെ ഉള്ളത് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പുറത്ത് കുറച്ചുകൂടെ പുതുതായിട്ടുള്ള പാർക്ക് കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. ഇനി അടുത്ത് നെക്സ്റ്റ് സ്പോട്ടെന്ന് അറിഞ്ഞൂടെ. ഇവിടെ പക്ഷേ കൊള്ളാം, കുറേ നാളായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാനൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിന് താഴെ തന്നെ നിൽപ്പുണ്ട്, പോയിട്ടില്ല. ഇവിടെ ഒരു ഗാർഡൻ ടൈപ്പാണ്, കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്പുറത്ത് പാർക്കുണ്ട് കേട്ടോ, കുട്ടികളുടെ പാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കാനുള്ള സെറ്റപ്പ്, പിന്നെ ലേഡീസിനും ജെൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് അങ്ങനെയുള്ള ക്രമീകരണമൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻട്രി ഫീസുണ്ട്, 10 രൂപയാണ് എൻട്രി ഫീസ്. ക്യാമറയ്ക്ക് 20 രൂപയാണ്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, അടിപൊളി സ്ഥലമാണ്. നമ്മുടെ കുട്ടികളെല്ലാം പാർക്കിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരു സന്തോഷത്തിൻ്റെ അടിച്ചുപൊളിയുടെ ഒരു ഫീലിലേക്ക് പോവാണ്. അവിടുന്ന് കുളിച്ചൊന്നുമില്ല ആരും. പെട്ടെന്ന് പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സാഹചര്യമൊന്നുമല്ല, അതുകൊണ്ട് ആരും കുളിച്ചൊന്നുമില്ല. എന്തായിരുന്നാലും പാർക്കിലേക്ക് വന്നപ്പോൾ അവരുടെ ഒരു സന്തോഷം മാറിയിട്ടുണ്ട്. നല്ല സന്തോഷമായിട്ട് അവർ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ തൃപ്പരപ്പിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു കാപ്പികുടിയുടെ സ്പോട്ടാണ് എന്ന്. പക്ഷേ നമുക്ക് കാപ്പി കുടിക്കാൻ പറ്റില്ല കേട്ടോ. വന്നവരെല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ട് വന്നു. നമ്മൾ ഈ കാരണം ഇത് അറിഞ്ഞതുമില്ല. അങ്ങനെ നമ്മളെ കൊണ്ടുപോയ കാപ്പി ബാഗിൽ വെച്ചിട്ട് നമ്മളിനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. ബാക്കിയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ കരുതി വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. വെയിറ്റ് ചെയ്യാം കേട്ടോ, കാണാം. ഓ ശരി.